ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റാബീസ് കിച്ചണിലേക്ക് സ്വാഗതം. സാധാരണയായി നമ്മുടെ വീടുകളിൽ പൊടിയരി വാങ്ങിക്കാറ് നോമ്പ് കാലങ്ങളിൽ കഞ്ഞി വയ്ക്കാനും അതല്ലെങ്കിൽ ആർക്കെങ്കിലും പനിയോ അസുഖങ്ങളോ വരുമ്പോഴൊക്കെ ആയിരിക്കുമല്ലോ. ഉപയോഗം കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന പൊടിയരി പലപ്പോഴും ചീത്തയായി പോകാറാണ് പതിവ്. അങ്ങനെ വേസ്റ്റാക്കാതെ ആ പൊടിയരി നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് നോക്കാം. 2 കപ്പ് പൊടിയരി എടുത്തിട്ട് നന്നായി കഴുകിയതിന് ശേഷം 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വെള്ളം വാർന്നെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പ്രാവശ്യം മാത്രം അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പൊടിയരിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. കണ്ടോ, അല്പം തിക്കായിട്ടുള്ള ഒരു മാവാണ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും കുറച്ച് മാവ് ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കുകയാണ്. അതെന്തിനാണെന്ന് പിന്നീട് ഞാൻ പറയാം. ബാക്കിയുള്ള മാവ് ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ ഈ മാവ് ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ആ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചിട്ട് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ കട്ടിയാകാൻ തുടങ്ങുന്നത് കൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നോൺ സ്റ്റിക്ക് പാനല്ല എടുക്കുന്നതെങ്കിൽ മാവ് ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് വേണം മാവ് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു 2-3 മിനിറ്റ് സമയം ഇളക്കി കൊടുക്കുമ്പോഴേക്കും ഈ മാവിലുള്ള വെള്ളമൊക്കെ നല്ലതുപോലെ തന്നെ വറ്റിയിട്ട് ഇതൊരു ഇടിയപ്പത്തിൻ്റെയൊക്കെ മാവിൻ്റെ കൺസിസ്റ്റൻസിയിലോട്ട് വരുന്നത് കാണാം. കണ്ടോ, വെള്ളമെല്ലാം വറ്റിയിട്ട് നല്ല ടൈറ്റായിട്ടുള്ള ഒരു മാവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഈ മാവ് ചെറുതായി ഒന്ന് ചൂടാറി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അതിനായി ഞാൻ ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1/2 കപ്പ് അളവിൽ ശർക്കര പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഏലക്കാപ്പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇഡലിപ്പാത്രത്തിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ കുറച്ച് മാവ് മാറ്റി വെച്ചിട്ടില്ലായിരുന്നു. അത് ഞാൻ കുറച്ചെടുത്തിട്ട് വാഴയിലയിലേക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല കട്ടിയില്ലാത്ത ഇലയപ്പം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിലേക്ക് ഞാൻ കുറച്ച് ഫില്ലിങ് ഒരു സൈഡിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഫില്ലിങ് കൂടി വെച്ച് കൊടുത്തിട്ട് ഇല മടക്കി ഒട്ടിച്ചതിന് ശേഷം നമുക്ക് സ്റ്റീം വന്നുകൊണ്ടിരിക്കുന്ന ഇഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ചുകൂടി മാവ് ബാക്കിയുണ്ട്. അതുകൂടി ഞാൻ ഇതേപോലെ ഇലയപ്പം തയ്യാറാക്കുകയാണ്. ഇലയപ്പമെല്ലാം തയ്യാറാക്കിയിട്ട് ഇഡലി പാത്രത്തിൽ വെച്ച് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള പലഹാരങ്ങൾ കൂടി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ഇഡലി പാത്രത്തിൻ്റെ തട്ടിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവില്ലേ, വേവിച്ചെടുത്തിട്ടുള്ള മാവ്, അത് ഞാൻ സേവനാഴിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇടിയപ്പം തയ്യാറാക്കിയെടുക്കുകയാണ്. മാവ് ചെറുതായി ഒന്ന് ചൂടാറുമ്പോൾ തന്നെ ഇടിയപ്പം തയ്യാറാക്കണം. കണ്ടില്ലേ, എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. വേവിച്ചെടുത്ത മാവിലേക്ക് ഒരല്പം പോലും വെള്ളം ചേർക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. നല്ല കറക്റ്റായിട്ട് നമുക്ക് ഇടിയപ്പം തയ്യാറാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇനി തയ്യാറാക്കിയിട്ടുള്ള ഇടിയപ്പവും ഇലയപ്പത്തിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് അടച്ചു വയ്ക്കുകയാണ്. കുറച്ച് ഫില്ലിങ് ബാക്കി വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് കുഴക്കട്ട കൂടി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് മാവെടുത്തിട്ട് കയ്യിൽ വെച്ചൊന്ന് പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ നടുവിലായിട്ട് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം സാധാരണ കുഴക്കട്ട തയ്യാറാക്കി എടുക്കുന്നത് പോലെ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇഡലിത്തട്ടിൽ ഞാൻ അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ചെയ്തെടുത്തിട്ടുള്ള കുഴക്കട്ടയും മറ്റൊരു ഇഡലിത്തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നേരത്തെ ഞാൻ പൊടിയരി വെച്ചിട്ട് കിണ്ണത്തപ്പം തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. ബാക്കി വന്നിട്ടുള്ള മാവും ഞാൻ ഇതുപോലെ കുഴക്കട്ട തയ്യാറാക്കിയെടുക്കുകയാണ്.
ഇതും കൂടി ഇഡലി പാത്രത്തിൽ വെച്ച് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് സമയം ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നും ഓരോന്നായിട്ട് നമുക്ക് പുറത്തേക്കെടുക്കാം. കണ്ടില്ലേ, ഒരു പാത്രത്തിൽ തന്നെ ഒരേ സമയം കുഴക്കട്ടയും ഇടിയപ്പവും അതേപോലെ തന്നെ ഇലയപ്പവും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ആ ഫില്ലിംഗ് ഒക്കെ പുറത്ത് കാണാൻ പറ്റുന്ന രീതിയിൽ നല്ല കട്ടി കുറഞ്ഞ ഇലയപ്പമാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല പൂ പോലുള്ള ഇടിയപ്പവും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഴക്കട്ടയും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മാവ് വെച്ചിട്ടാണ് നമ്മൾ ഈ 3 പലഹാരങ്ങൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി പൊടിയരി ആരും വേസ്റ്റാക്കി കളയരുതേ. അപ്പോൾ മധുരം ഇഷ്ടമുള്ളവർക്ക് ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ ഇലയപ്പവും കുഴക്കട്ടയൊക്കെ തയ്യാറാക്കാം. മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ഇടിയപ്പവും തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.